ഹായ് ഓൾ, നമ്മളിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാം. അപ്പം പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ബാർബിക്കൽ ഉണ്ടാക്കാം എന്നുള്ളൊരാഗ്രഹം. ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവനെയും കൂടി കൂട്ടിയിട്ടുണ്ട്. ഇവൻ ബാർബിക്യൂ ഉണ്ടാക്കുന്ന വലിയ ആളാണെന്നല്ല പറയുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും കുറച്ച് ചിക്കൻ വാങ്ങിക്കണം, എന്നിട്ട് നമുക്ക് ബാർബിക്യൂ ഉണ്ടാക്കുന്നിടത്ത് പോവാം. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചിക്കൻ വാങ്ങാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. എനിക്ക് ചിക്കൻ വാങ്ങുന്നിടത്തൊന്ന് നോക്കട്ടെ കേട്ടോ. വാങ്ങിയിട്ട് അതൊന്ന് ചെറിയ പീസെല്ലാം ആക്കി നമുക്ക് പരിപാടി കൊടുക്കാം. भाई कैसे चिकन चाहिए, एक चिकन थोड़ा साफ करके दे सकते हैं? हाँ, एक हाँ। इसे छोटा मिलेगा? ഇതാണ് ബിഗ്നൂർ, അതായത് വലിയന്നൂരിൻ്റെ പേരാണ് ബിഗ്നൂർ. ബിഗ്നൂർ രണ്ടാൾ അറിഞ്ഞോട്ട് അല്ലേ? ആ എന്തല്ലാതെ നമുക്ക് ക്യാമറ ലൈറ്റ് ആവുന്നു നിങ്ങൾ. പിന്നെ എന്താ നമുക്ക് വേണ്ടടാ? ബാർബിക്യൂ സോസ് ഉണ്ടാ ചോട്ടോ? എടാ ബാർബിക്യൂ സോസ് ഉണ്ടോ നോക്കിയാ? പിടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ബിഗ്നൂറിൽ ബാർബിക്യൂ സോസ്. ആ ഇത്ര വലുത് വേണടാ? ചെറുതിനെ ഇല്ല കേക്കരേ बहुत बड़ा है ക്യാമറ ഇവരെ പിടിച്ചിട്ടാ സിനിമയെ പിടിച്ചു. നമുക്ക് പിന്നെ ചെറിയ കിട്ടൂല, വേറെ കമ്പനിയൊന്നുമില്ല. പറ്റടാ? നമ്മൾ ബിഗ്നൂറിന് ഇറങ്ങി. കാരണം വെച്ചാൽ അവരുടെ അടുത്ത് വലിയ സോസുള്ളൂ അല്ലേ? സോസേജ് വലിയ ബോട്ടിലാണ്. അപ്പോൾ നമുക്ക് ചെറുതാ വേണ്ടേ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് നോക്കി പോവാണ്. ബിഗ്നൂർ നല്ല സൂപ്പർ മാർക്കറ്റാണ്, എനിക്കിഷ്ടപ്പെട്ടു. വേഗം പിക്ക് ചെയ്തിട്ട് സാധനം വാങ്ങിയിട്ട് ഇറങ്ങാൻ പറ്റുന്ന സൂപ്പർ മാർക്കറ്റാണ് ബിഗ്നൂർ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഒറ്റയ്ക്ക് അങ്ങനെ നമ്മൾ ഇവിടെ സ്മൈൽ ഹൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് പോവാണ്. അവിടത്തേക്ക് ഇങ്ങനെ പോയി നോക്കട്ടെ. പിന്നെ ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ട്. ഇത് മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിന് ഇപ്പുറത്താണ്. ഞാൻ എടുത്താൽ പോരാ? നമുക്ക് സത്യം പറഞ്ഞാൽ പിന്നെ ആ സാധനം കിട്ടിയില്ല. അവിടെയുള്ള അതേ സെയിം വലുതാണുള്ളത്. പിന്നെ വലുത് ഉപയോഗിച്ച് ഒരു വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചെറുതന്നെ വാങ്ങാലോ. അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടി കയറി. ചിലപ്പോൾ നമ്മൾ സോസുള്ള പരിപാടി മാറ്റും അല്ലേ? വേറെ എന്തെങ്കിലും ഐഡിയ ഒപ്പിക്കും. എന്തായാലും മുന്നോട്ടല്ലേ. നമ്മളിപ്പോൾ തോട്ടട ബീച്ചിലേക്കുള്ള യാത്രയിലാണ്. തോട്ടട ബീച്ചിലേക്ക് പോകുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ഈ റോഡ് കുറച്ച് പരിതാപകരമാണെന്ന് തോന്നുമെങ്കിലും പക്ഷെ നല്ല രസമാണ്. നമുക്കിതിൽ ഇങ്ങനെ ബീച്ചിലേക്ക് പോവാം. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ബീച്ചിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.
റിസോർട്ടുകളാണ്, ചെറിയ റിസോർട്ടുകളാണ്. അവിടെ നോക്കിയാൽ ബീച്ച് കാണാം, കണ്ടല്ലേ? ക്യാപ്പിലൂടെ നോക്കിയാൽ നമ്മുടെ കടൽ കാണാം. ഇവിടത്തേക്കാണ് പോകുന്നത്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെയും വരാൻ തോന്നും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മൾ സാധാരണ പല ബീച്ചിലും പോകാറുണ്ട്, പക്ഷെ കണ്ണൂരുള്ള ബീച്ചുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്ര പൊല്യൂട്ടഡ് അല്ല. നമ്മുടെ ടൂറിസം പരിപാടികൾക്ക് വളരെ അനുയോജ്യമായ പദ്ധതികളൊക്കെ കൊണ്ടുവരാൻ പറ്റിയ സാഹചര്യമാണ് കണ്ണൂരുള്ളത്. പക്ഷേ എന്താണെന്നറിയില്ല, വലിയ പദ്ധതികളൊന്നും ഇവിടെ ഇല്ല. വരുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഈ ജനങ്ങൾ, നമ്മളെപ്പോലുള്ള ആളുകളെ വേസ്റ്റുകളൊക്കെ ഒന്ന് വലിച്ചെറിയലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടി നമ്മുടെ നാടൊക്കെ നന്നായി പോയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, വേസ്റ്റൊക്കെ നമ്മൾ ഒരു ഡസ്റ്റ്ബിൻ ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് വലിച്ചെറിയെന്ന് പറയാം. പക്ഷെ നമ്മൾ തന്നെ പറയണം ആരോട്, ഈ പഞ്ചായത്ത് കൗൺസിലറൊക്കെ ഉണ്ടല്ലോ, അവരുടെയൊക്കെ നമ്മൾ തന്നെ പറഞ്ഞ് ഡസ്റ്റ്ബിനൊക്കെ വെപ്പിക്കണം. കാരണം നമ്മുടെ നാടല്ലേ, ഇത് അടുത്ത തലമുറ കൂടി നമ്മൾ കീപ്പ് ചെയ്യണമല്ലോ. നമ്മൾ ഈ ഇവിടെ എത്തി കേട്ടോ, നമ്മൾ ഈ തോട്ടട ബീച്ചിലേക്ക് എത്തി. അപ്പോൾ ബീച്ചിലേക്ക് ഞാനിവിടെ പാർക്ക് ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതിങ്ങനെ എല്ലാ സ്ഥലത്തും ഉണ്ടാവും നമ്മുടെ നാട്ടിൽ. അതില്ലാതിരുന്നാൽ ഒരുപാട് ബിസിനസ്സസ്, ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ വന്ന് നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരൊക്കെ നല്ല കച്ചവടം ചെയ്ത് സമൃദ്ധിയാകുന്നൊരു കാലം. നമ്മളിപ്പോൾ ഉള്ള ഇതാണ് തോട്ടട ബീച്ച്. ഓക്കെ, എന്ത് സുന്ദരമായ ബീച്ചാണെന്നറിയാം. ഇവിടെ ഇങ്ങനെ കുറേ പാറക്കെട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതാ ഒരു പ്ലാസ്റ്റിക്, ഞാൻ പ്ലാസ്റ്റിക് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കൊരു ബോട്ടിൽ. ഡസ്റ്റ്ബിൻ എവിടെ ഇല്ലല്ലോ ആളുകൾ. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യണം, നമ്മൾ ഈ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തരം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ നമ്മളെ വണ്ടിയിൽ തന്നെ എടുത്ത് തിരിച്ച് കൊണ്ടുപോകാൻ നോക്കണം. ഇതൊക്കെ പ്രഷറൈസ് ചെയ്യേണ്ട അടുത്ത് പ്രഷറൈസ് ചെയ്യാൻ വേണം. കാരണം ഇവിടെ ഈ പാറക്കെട്ടിന് മേലേക്ക് നമുക്ക് വേണമെങ്കിൽ കയറൊക്കെ ചെയ്യണം. സേഫ്റ്റി നോക്കണം, അത് പിന്നെ നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്, ഓൺ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കയറൊക്കെ ചെയ്യാം, ഒരു പ്രശ്നമില്ല. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാറക്കെട്ടുകൾ. ഇവിടെ വന്നിരിക്കാം, കവിതകൾ എഴുതാം, അല്ലേ? അങ്ങനെ നല്ല ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് വേറെ എവിടെ കിട്ടും? അത് നോക്കിയേ, സുന്ദരമാണ്. അതാണ് ഈ ഇവിടെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു രസമാണെന്നറിയാം. പിന്നെ നമ്മളിതാ ഇങ്ങനെ ഒരു കണ്ടെത്താ ദൂരത്ത് നമുക്ക് നടക്കാൻ സ്ഥലമുണ്ട്. നടന്ന് അവസാനം നമ്മളിത് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ അവിടെ കാണുന്ന സ്ഥലമാണ് ധർമ്മടം തുരുത്ത് എന്നൊക്കെ പറയുന്നത്. ഇപ്പം മുഴപ്പിലങ്ങാട് ബീച്ചെത്തും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ധർമ്മടം തുരുത്തെത്തും. ഇത് കണ്ണൂരിൻ്റെ സൗന്ദര്യമാണ്. കാലൊക്കെ ശരിക്കും നോക്കിയിട്ടില്ലെങ്കിൽ പണി എപ്പോൾ കിട്ടി എന്ന് ചോദിച്ചാൽ മതി. അതെ ഓയ്, നീ എന്താ അവിടെ വെച്ചിട്ട് പോകുന്ന? അവിടെ ഉണ്ടാവൂലേ? വല്ല നായും വന്ന് തിന്നു. സാധനം അവിടെ വെച്ച് പോല. ഇവനെ ചൂണ്ടയിടേണ്ട ഒരു പ്ലാനാണ് ഇവൻ്റെ. പക്ഷെ നമ്മളിവിടെ കുറച്ച് ബാർബിക്യൂനുള്ള സെറ്റപ്പെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഒന്ന് നടന്ന് വന്നിട്ട് നമ്മളെന്ത് ചെയ്യും, ഒരു ബീച്ച് ബാർബിക്യൂ. അത് നമ്മളിവിടെ വളരെ ചെറിയ പരിപാടിയാണ്. അപ്പോൾ നമ്മളിവിടെ അതിനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ ഫാമിലിക്കൊക്കെ വന്ന് പോകാനുള്ള ഒരു നല്ല കുറച്ചുകൂടി റോഡൊക്കെ ഒന്ന് വീതിയാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതായിരുന്നു. നമുക്ക് നമ്മുടെ മന്ത്രിമാരോടൊക്കെ പറയാം. കണ്ട, ഇവിടെ നമ്മൾ ചെറിയൊരു ബാർബിക്യൂ സെറ്റപ്പ് പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചങ്ങോട്ട് നടന്നിട്ട് ഇവിടുത്തെ ഇവന് ഫിഷിങ്ങിൻ്റെ പരിപാടി തുടങ്ങി. നിങ്ങൾ നോക്കിയേ,
ഈ മനോഹാരിത നമുക്ക് എവിടെയാ കാണാൻ കഴിയുക? എന്താണ് വല്ലതും നടക്കുക? അതെ, എന്താ പരിപാടി? ഓ, നീ ഇതെല്ലാം കൊണ്ടാ വന്നത്? ഞാൻ കുറച്ച് നടന്നു വരാം കേട്ടോ. നീ അത് നോക്കണേ. അവിടെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഇറച്ചി ഉണ്ടാവൂലേ? കുറച്ച് കഴിഞ്ഞിട്ട് പിടിച്ചോ. അതെ, ഇവിടെ ചെറിയൊരു തുരുത്തുണ്ട്. എനിക്കൊന്ന് മഴ പെയ്യുമ്പോൾ ഇവിടുന്ന് മറ്റുള്ള ചെറിയ പുഴകളിലുള്ള വെള്ളമൊക്കെ ഇവിടെ വന്നിട്ടാണ് കടലിലേക്ക് ജോയിൻ ആവുന്നത്. ഇവിടെ കുറച്ച് ആളുകൾ മീൻ പിടിക്കുന്നുണ്ട്. ഒരു ശ്രമമാണെന്ന് തോന്നുന്നു. ചോദിച്ചു നോക്കട്ടെ. എന്താന്ന് കിട്ടുന്നുണ്ടാ? വല്ലതും കിട്ടുന്നുണ്ടോന്ന്? കിട്ടിയാ? എൻ്റെ വില്ല എന്നാലും നിങ്ങൾ പരിശ്രമിച്ച് പിടിച്ചില്ലെന്നല്ല. ആഹാ, അടിപൊളി തന്നെ. അപ്പോൾ തൊട്ടിപ്പിടുത്താണ്. where are you from? Bangalore. Okay, good. So enjoy fishing. Bye. അപ്പോൾ അവിടെ കുറച്ച് ചെറുപ്പക്കാർ ബാംഗ്ലൂരിൽ നിന്ന് വന്നാണ്. അപ്പോൾ അവർ ഫിഷിങ് ചെയ്യാണ്. ഫസ്റ്റ് ടൈം ഇൻ ലൈഫ് ആവല്ലോ. അതെനിക്കിഷ്ടപ്പെട്ടു. അവിടെയൊക്കെ വന്ന് അവർ ശരിക്ക് ആസ്വദിച്ച് ഫിഷിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് വിദേശത്തു നിന്നൊക്കെ വരുന്നവർ ഇവിടെ ഇങ്ങനെ വാക്ക് ചെയ്യുന്നുണ്ട്. ഹായ്. അവർ കുറച്ച് പ്രായമുള്ള ആളുകളാണ്. ഞാൻ ഹായ് ആക്കി ഒരു ചിരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. നടക്കാൻ പൂഴിയായതുകൊണ്ട് കുറച്ച് പണിയാണ്. കുട്ടികളൊക്കെ കുളിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം സേഫാണെന്ന് എനിക്കറിയില്ല. കുട്ടികൾ കുളിക്കുന്നുണ്ട്. കളിയാണെന്ന് തോന്നുന്നു. കളി. പിന്നെ ഇവിടെ ഒന്നും ഗാർഡൊന്നും ഇല്ലാത്തതാണ്. എനിക്കൊന്ന് കുളി അത്ര സേഫാവില്ല. അടേ, ഇതെന്താ കളി? എന്ത് കളിയാടാ? കളീൻ്റെ ജോറിലാണ്. അവർക്കിതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. നമ്മൾ ഏകദേശം ഒരു സ്ഥലത്തെത്തി. ഇവിടെ പകുതി എത്തി. ഇനിയും ഇതുപോലെ കുറേ നടക്കാനുണ്ട്. ആ കാണുന്നുണ്ട് അങ്ങൊരു സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് നമുക്ക് നടന്നെത്തണം. പക്ഷെ ഞാൻ തിരിച്ചു നടക്കും പാല്. കാരണം അവിടെ പോയിട്ട് ബാർബിക്യൂ ഉണ്ടാക്കണം. അപ്പോഴത്തേക്ക് ഇരുട്ടും, നേരെ ഇരുട്ടും. ഇതൊക്കെ എന്താണ്? എനിക്കൊരു ചിരിയുണ്ടല്ല, എന്നെയും പിടിക്കണം. അതല്ല, എനിക്കൊരു നല്ല ചിരിയാണ്. എവിടെ സ്ഥലം? എവിടെ
ഇവിടെ തന്നെ അതെ. എൻ്റെ പേര് റീം. പഠിക്കുന്ന എന്താ പേര്? ഈ പറഞ്ഞ ഇത് പിടിക്കില്ല. സമ്മതം. വാ നിനക്ക് വാ. വെറുതെ ഇവരെയും വാക്കിനറിയാം. എത്രല്ല പഠിക്കുന്നത്? രണ്ടില്ല. സമതേ മുന്നി തുടങ്ങണം ചാനലോടെ സമതേ വാ. സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ ടെക്ടർ ഇവർ എൻ്റെ ചാനൽ ഏതാണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ മുനി ബോയ്സ്. അപ്പോൾ അതിലവർ സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അവർക്ക് ഈ വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കണമല്ലോ. ഞാൻ പറഞ്ഞ മെസ്സേജ് അയക്കണം, അതുകൊണ്ട് വീഡിയോ അയച്ചു തരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഏകദേശം എൻഡിലേക്ക് എത്താനായി. ഒരു രസമുള്ള ഏരിയ ആണ്. ഇവിടെ അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ മരങ്ങളെ കാണും. തെങ്ങ് കേരളത്തിൻ്റെ തെങ്ങുകൾ കാണും. പിന്നെ നടന്നിട്ട് പോവാണ്. ഈ വശത്താണെങ്കിൽ കടലാണ്. ഇത് കേരളത്തിൽ എനിക്കറിയില്ല ഇത്ര സുന്ദരമായ ഒരു ബീച്ച്, തോട്ടട ബീച്ച്. നമ്മൾ അധികം ആൾക്കാരും മറന്നു പോകാത്ത ബീച്ച്. ഇവിടെ ഇങ്ങനെ നോക്കിയാൽ ഇവിടെ എല്ലാം വൃത്തിയാണ്. കടൽ തന്നെ കുറേ വൃത്തിയാക്കി പോയിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട സ്ഥലമാണ്. നമ്മൾ ഇങ്ങനെ നടന്ന് ഒരറ്റത്തേക്ക് എത്താറ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരികയെന്ന് ചോദിച്ചാൽ നമ്മളെ തോട്ടട SM കോളേജിൻ്റെ അടുത്തുനിന്ന് കുറുവാ റോഡുണ്ട്. എന്നിട്ട് അവിടുന്ന് ആദിക്കടലായി ക്ഷേത്രമൊക്കെ ഉണ്ട്. അതിൻ്റെ അടുത്തൂടെ ചെറിയ റോഡാണ്. ആ റോഡ് നമുക്ക് വീതി കൂട്ടുന്ന പ്രതീക്ഷിക്കാം, പക്ഷെ കുഴപ്പമില്ല. നല്ല ഓടിച്ച് ഇങ്ങോട്ടേക്ക് വരാം. പിന്നെ ഇതിന് വേറെയും വഴികളുണ്ട്. അപ്പുറത്തൂടെയൊക്കെ വരാം. കുറച്ച് വഴികൾ അപ്പുറത്തൊക്കെ കാണാറുണ്ട്. എൻ്റെ 2-3 സൈഡുണ്ട്, പക്ഷെ അവിടെ എനിക്കത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ വഴി പെർഫെക്റ്റ്ലി ഓക്കെയാണ്. വളരെ ഈ ഒന്നാമതിന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇന്ന് വളരെ കുറഞ്ഞ ആളേ ഉള്ളൂ. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ആയി. ഇവിടെയും അങ്ങനെ തന്നെ. അവിടെ ഉണ്ടോ? അവിടെ എത്തിപ്പെട്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അപ്പുറത്തേലേ വേറെ വഴിയുണ്ട്. വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അവിടെ അങ്ങ് ദൂരെ കുറച്ച് കുട്ടികൾ നിൽക്കുന്നുണ്ട്. ആ പാറക്കെട്ടിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാം. ഇവിടെയും നമ്മൾ നേരത്തെ തുടങ്ങിയ പോലെ കുറച്ച് പാറക്കെട്ടുകളുണ്ട്. പാറക്കെട്ടുകൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നാച്ചുറലി ആരും ഉണ്ടാക്കിയൊന്നല്ല, അങ്ങനെ കുത്തി ഉണ്ടാക്കിയതൊന്നുമല്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ഇവിടെ അതൊക്കെ പൊളിഞ്ഞ് ഇങ്ങനെ പാറക്കെട്ടുകൾ മാത്രം അവശേഷിച്ച് മണ്ണുകൾ കടലിലേക്ക് ഒളിച്ചു പോയി. അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങൾ. ഇവിടെ കുറച്ച് വിദേശികളൊക്കെ വന്നിട്ടുണ്ട്. വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ ഇവിടെ. അതാണ് ഇവിടുത്തെ ബ്യൂട്ടി. ഒരു പബ്ലിക് പ്ലേസാണ്. ഹായ് കണ്ടോ? അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഈ പാറക്കെട്ടുകൾക്കിടയിലൊക്കെ നടക്കാൻ പറ്റും. ഒറ്റക്കൊന്നും അങ്ങനെ സാഹസത്തിന് മുതലുണ്ടാകും.
നടക്കാം. അപ്പോൾ നിങ്ങൾ വേണ്ട പക്ഷിയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ നണ്ടികളുടെ വലിയ രോഗം തന്നെ ഇതിൻ്റെ ഇടയിൽ. അതാണ് നമ്മുടെ സൂര്യനവിടെ പ്രകാശം നിൽക്കുന്നുണ്ട്. നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. ഇനി ഞാൻ തിരിച്ച് നടക്കും. കാരണം ഇതിനപ്പുറത്ത് പോകാൻ വഴിയില്ല. വഴി കഷ്ടപ്പെട്ട് പോയിരിക്കും. ആ സാഹസത്തിന് മുതൽ ഞാൻ യോഗ്യനല്ല എന്നൊരു തോന്നൽ. എന്തായാലും ഞാൻ തിരിക്കുകയാണ്. അവിടെ ബാർബിക്യൂണിലെ തയ്യാറെടുപ്പുകൾ ചെയ്യണമല്ലോ. അയ്യോ, എൻ്റെ കാലിൽ ഫുള്ള് വെള്ളമായി കേട്ടോ. ഇത് ഞാൻ പ്രതീക്ഷിക്കാതെ. അപ്പോൾ സാരില്ല, ബീച്ചിൽ വന്നല്ലേ, അപ്പോൾ ഇതൊക്കെ വേണം. എന്തായാലും ഞാൻ വീണ്ടും നടക്കണം, തിരിച്ച് നടക്കണം. എത്ര ദൂരം തിരിച്ച് നടക്കണം? ആ വെറുതെ എന്താ പരിപാടി? ക്യാമറ എടുക്കില്ല. അല്ല, വേണേ സംസാരിച്ചോ. ആ ഓക്കെ. അല്ല, ക്യാമറ ബാക്കിൽ നിൽക്കാനാ ഇഷ്ടം, അതുകൊണ്ട്. ഫ്രണ്ടിൽ കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാനും എടുക്കാറ് യൂട്യൂബിടാ ചെറുതായി. ഓഫാണോ? അല്ലല്ല, സൗണ്ട് സൗണ്ട് കേൾക്കും. അതെ, യൂട്യൂബ് ഉണ്ട്. അതായത് എക്സാമിന് കൊടുക്കാറ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ എക്സാം പാസ്സായെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും. അന്നേരം ഇതൊക്കെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കൂടുതലാണ്. അങ്ങനെ തുടങ്ങിയെന്ന്. അതെ, ഓർഡർ ഫ്രണ്ട്സിന് അങ്ങനെ ആർക്കറിയാം. മുന്നിൽ വാ. അല്ല, ബാക്കിലാണ് നമ്മൾ. മുന്നിൽ അങ്ങനെ പറ്റിയ ആളല്ല. അതെന്താ അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും മുന്നിൽ വരാം. അതെന്തിനെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത്? അത് ചിന്തിക്കുന്നില്ല, ബാക്കിൽ നിന്ന് എടുക്കാനാണ് കംഫർട്ടബിൾ. ആ, കംഫർട്ടബിൾ. നിങ്ങൾ മുന്നിൽ വരാൻ യോഗ്യനാണല്ലോ. ആയിരുന്നില്ല, ടൈമുണ്ട്, വരും. സമയം വരട്ടെ, എന്തായാലും വരും. സമയമാവട്ടെ. ഇപ്പോൾ എവിടെ വീട്? ഇവിടെ ഇവിടുന്ന് 3 കിലോമീറ്റർ. ആ, അവിടെ ചൊവ്വ. അതായത് അല്ല, ഇവിടെ കയറി വന്നെടുക്കുന്ന ബീച്ചിൻ്റെ. ആ ആ, അങ്ങോട്ട് കുറവാ അവിടെ അല്ലേ? +2 അല്ല, ഡിഗ്രി ഇപ്പോൾ കംപ്ലീറ്റ്. ഡിഗ്രിയാ? അവിടെ എൻ്റെ വരെ പോയിട്ടാ. ആ, പോയിട്ടോ. എൻജോയ്. താങ്ക് യു. ഇവിടെ നാട്ടുകാരൻ തന്നെയാണ്. ആ, ഇവിടെ തന്നെ. ആ, അപ്പോൾ ഒരു സുഹൃത്തിനെ കിട്ടി. മൂപ്പരെന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ നാട്ടുകാരനാണ്. പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഒരു സർപ്രൈസിന് വേണ്ടി നിൽക്കുകയാണ്. മൂപ്പര് സർപ്രൈസായിട്ട് യൂട്യൂബ് ചാനൽ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ ആ മോഡലിൽ അവരോട് സംസാരിച്ചു. ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ആ സൈഡിലേക്ക് പോകുന്നില്ല. അവരുടെ പ്രൈവസി കളയണ്ട. അപ്പോൾ വിദേശത്തു നിന്ന് വന്നവരല്ല, അവരെ നമ്മൾ ആദരിക്കണ്ടേ, നമ്മളെ ഗസ്റ്റല്ലേ. അപ്പോൾ ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ നടന്ന് ആ അറ്റം വരെ എത്തണം. എന്നിട്ട് വേണം ബാർബിക്യൂ ഉണ്ടാക്കാൻ. ശരിക്ക് റീഫ്രഷായി വന്നാൽ ഞാൻ ശരിക്കും ഇന്ന് വർക്കിൻ്റെ ആയിരുന്നു. കുറച്ച് നേരത്തെ ഇറങ്ങിയത്.
കുറേ ദിവസമായി ഇവിടെ വരണമെന്ന് വിചാരിക്കുന്നു. ഒന്ന് റീഫ്രഷ് ആണോ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇറങ്ങി നല്ല ഫ്രഷ് മൈൻഡിൽ വർക്ക് ചെയ്യാം. അപ്പം അവിടെ കുറച്ച് ചിലർക്ക് ക്യാമറ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടെന്ന് അറിയില്ല. ബാക്കി എൻ്റെ പിന്നെ നടത്തം കുറച്ച് ലോങ്ങായി ശരിക്കും. കാരണം പുഴയിൽ നടന്നിട്ടാണെങ്കിൽ എത്തുന്നുമില്ല. പക്ഷെ ഇവിടെ രസമാണ്. ഒരു എന്തോ ക്ഷേത്രമോ എന്തോ ഉണ്ട് അവിടെ. അവിടെ കണ്ടില്ല, അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ സുന്ദരമായ ഒരനുഭവം. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോൾ വേറെ തന്നെ രസമാണ്. നമ്മൾ ചില സമയത്ത് നമുക്ക് കൂട്ടമായിട്ട് പോകുമ്പോഴായിരിക്കും രസമുണ്ട്. ചില സമയത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് പല ചിന്തകൾ വരും, പല ഐഡിയാസ് വരും. ഇങ്ങനെ ചെയ്തെങ്കിൽ നല്ലതല്ലേ എന്ന് തോന്നും. ഒറ്റയ്ക്കും ഇടയ്ക്ക് ഇരിക്കണം. അപ്പോൾ നമ്മുടെ ഒരു വിലയിരുത്തലിനൊക്കെ അത് സഹായിക്കും. ചില സമയത്ത് കൂട്ടമായിട്ടിരിക്കാം. ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് കൂട്ടായിട്ടിരിക്കുന്ന ഇഷ്ടം. കുറച്ച് ആൾക്കാർ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ചിരിച്ച് സംസാരിച്ച് അങ്ങനെയൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞൊരു സുലൈമാനിയൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒറ്റയ്ക്ക് വന്നിരുന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് സന്തോഷമാണെങ്കിൽ സന്തോഷം കൂടും, ദുഃഖമാണെങ്കിൽ ചിലപ്പോൾ ദുഃഖം കൂടും. അപ്പോൾ ദുഃഖമുള്ളപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓരോരുത്തർ മൂഡ് പോലെ കേട്ടോ. ദുഃഖം പിന്നെ ഷെയർ ചെയ്യാൻ വേണ്ടി കഴിയില്ലല്ലോ, അങ്ങനെയുണ്ട്. പക്ഷേ ദുഃഖം ഷെയർ ചെയ്ത് കഴിഞ്ഞാലും അത് മനസ്സിലാകുന്നവരോട് മാത്രം ഷെയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ ദുഃഖം അങ്ങനെ കിടക്കും. ഷെയർ ചെയ്താൽ ദുഃഖം പകുതിയാവും, സങ്കടം പകുതിയാവും എന്നൊക്കെ പറയുന്നില്ലേ. ആ മനസ്സിലാകുന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, അനുഭവമുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയാവും. ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഒരു ദുഃഖം. അതുകൊണ്ട് അത്ര ആൾക്കാരുടെ സങ്കടമൊക്കെ ഷെയർ ചെയ്യാം. സന്തോഷം എല്ലാവർക്കും ഷെയർ ചെയ്യാം അല്ലേ? ആർക്കും ഷെയർ ചെയ്യാം, എല്ലാവരും അത് എൻജോയ് ചെയ്യും. അങ്ങനെ രണ്ട് വ്യത്യാസമുണ്ട്. ഇത് രണ്ടും ഇല്ലാത്ത ആളുകളുണ്ടോ അതോ ഇല്ല. അപ്പോൾ ഫിലോസഫി വെറുതെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഓരോ സുഖമില്ലാത്തതുമായുള്ള ചിന്തകൾ നമുക്ക് വരുമെന്ന് പറയാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? ഇവിടെ കുറേ കുട്ടികളൊക്കെ ഇരുന്ന് പുറത്തോട്ട് വന്നാൽ തോന്നും. ഇതൊക്കെയാണ് ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഏകദേശം ഒരറ്റത്തെത്തി എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് ദം. അപ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് ഇരുന്നാലും പണി തന്നെ. എനിക്ക് വീഡിയോ ഒന്നിരിക്കുമ്പോൾ മൊബൈൽ തന്നെ വേറെ വീഡിയോ എടുക്കുന്നത്, വേറെ ക്യാമറയാണ്, മൊബൈൽ തന്നെ എടുക്കുന്ന ഇഷ്ടമല്ല. അനങ്ങാണ്ട് ഒരു മൂലയ്ക്ക് ഇരിക്കുക, നല്ല കാറ്റ് കൊള്ളുക, പ്രകൃതിയോട് സംസാരിക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ രസം. നമ്മൾ ഇവരെ കണ്ട നേരത്തെ നടന്നു വന്നു. അവിടെ
കിടന്ന് ആനന്ദിക്കുന്നത്. ഇങ്ങനെ കിടക്കാനും വേണ്ടേ ഒരു സന്തോഷം. നമ്മളൊക്കെ ഈ പ്രായത്തിൽ നമ്മുടെ നാട്ടിലെ വയസ്സന്മാരൊക്കെ അവസ്ഥ ആലോചിക്കുക. അവർ പറയും മരിക്കാനായി, ഇനി എന്ത് ആക്കാനാ, നിങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നു. ഇവരൊക്കെ ആ റിട്ടയർമെൻറ്റ് ലൈഫ് ശരിക്ക് എൻജോയ് ചെയ്ത് ജീവിക്കുക. പല നാട്ടിലേക്ക് യാത്ര ചെയ്ത് പലരെയും കണ്ട് സുഹൃത്തുക്കളായിട്ട് ഇങ്ങനെ കൂടി യാത്ര ചെയ്ത്. നമ്മളിവിടെ സാമ്പത്തിക പ്രശ്നങ്ങളും ഇതൊക്കെ കൊണ്ട് ചിലപ്പോൾ അത് നമ്മുടെ പല പ്രായമുള്ളവർക്കും സാധിക്കാതെ ഇപ്പോൾ പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം പക്ഷേ സ്ത്രീകൾ ഒറ്റയ്ക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നവരൊക്കെ കുറവാണെന്ന് തോന്നുന്നു. ഉണ്ട്, സ്ത്രീകളെ കൂട്ടായ്മയായിട്ട് യാത്ര ചെയ്യുന്ന ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും പൊതുവെ നാട്ടിൻപുറത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കുറവാണ്. കുറച്ച് അങ്ങോട്ടൊക്കെ പോയി ഉണ്ടാവും. ഞാൻ പറയുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കും. പക്ഷെ എന്നാലും ഒരു രസമാണ്. ഇവിടെ കുറച്ച് ഫാമിലീസൊക്കെ ഉണ്ട്. അവർ ഇവിടെ ആഘോഷമായിട്ട് വന്നാണെന്ന് തോന്നുന്നു. അങ്ങനെ ദൂരെ കാണാനുണ്ട്. ചിലർക്ക് ഈ ക്യാമറ കാണുമ്പോൾ അലോസരമായിരിക്കും. അതുകൊണ്ട് ഞാനങ്ങനെ കൂടുതൽ അവരുടെ അടുത്തേക്ക് പോവില്ല. അപ്പോൾ അവിടെ ആദ്യമേ ഈ ബാർബിക്യൂ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് ചെയ്യാനാണ് എൻ്റെ മനസ്സിലുള്ളത്. ബാർബിക്യൂ എന്ന് പറയുന്നത് ഒരു പ്രത്യേക രസമായിരിക്കും ഇവിടെ വെച്ചുണ്ടാക്കുന്നത്. നമുക്ക് അവിടത്തേക്ക് പോവാം. നമ്മൾ അവിടത്തേക്ക് പോവുകയാണ്. മക്കൾ കളിക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഫാമിലിക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. കുറച്ച് നേരത്തെ വരണ, ലൈറ്റുകളൊന്നുമില്ല. രാത്രി വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ കുടുങ്ങിപ്പോയത്. പക്ഷേ രസമുള്ള സ്ഥലമാണ്. ഇപ്പം ഇവിടെ ബാർബിക്യൂ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കണ്ടു നിങ്ങൾ, അവിടെ ആളുകൾ ഫിഷിങ്ങിനുള്ള പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ബാർബിക്യൂ. ഇതാ എന്താണ് ആത്തി വല്ലോ നടക്കുക ഇഴയാ ചാർക്കോൾ എടുത്തോ. നീ എന്താ ആക്കിയത്? കയ്യിലൊന്ന് കറുത്തിട്ട് വെച്ചാണ്. കത്തുന്നില്ല? വേറെ ഇല്ലേ? ചാർക്കോളൊന്ന് നിലത്തിട്ട് അങ്ങനെ കത്തോടാ. ഇതിന് ഏകദേശം ഒരു റെഡിയായെന്നാണ് തോന്നുന്നു ഇതിൻ്റെ പരിപാടി. ഇവിടെ കൊള്ളിയുടെ ഇഷ്ടം പോലെ ഇല്ല. ആക്കി കൊള്ളി ഒരു കൊള്ളി ബാക്കി വെച്ചുകൂടായിരുന്നോ? ഫിഷിംഗ് റോഡാ? ആ ഇതിലാവുമോ? ഇത്ര മരം മതിയാ? ചാർക്കോൾ ഇടാണ്ട് അത് മതി. എന്നിട്ട് അത് മതി. 10 മിനിറ്റ് കത്തണം. ഇവൻ സാധാരണ ചാർക്കോളും മറ്റേ എന്താ വിറകും ഇട്ടിട്ടാണ് പരിപാടി. കുറച്ച് ചാർക്കോള് ബാക്കി വിറക്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ വിറകിൻ്റെ ഒരു ടേസ്റ്റും കൂടി വരും. എനിക്കൊരു പുക വയ്ക്കുന്ന കാര്യം തോന്നിയത്, പക്ഷേ അവനിഷ്ടമാണ്. എന്നാലും നോക്കാം അല്ലേ. അപ്പോൾ അതിങ്ങനെ റെഡിയാവും. ഇവിടെ നീ എന്താ ആക്കുന്ന? അവിടെ നിന്ന് എടുക്കുമ്പോൾ നോക്കണേ. അവിടെ നിന്ന് പോകണ്ടടാ.
ഫാസ്റ്റ് കിട്ടുന്നുണ്ട്. അതെല്ലാം ഉണ്ടാവില്ല, ഇതും പിന്നെ കുറവാണ്. ഇതാ അവന് ക്യാമറയിൽ നിൽക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇതാണ് സിറ്റുവേഷൻ. കോട്ടട ബീച്ച് എല്ലാവർക്കും ഇഷ്ടമായില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ വൈകുന്നല്ല നമുക്ക് കഴിക്കാൻ വേണ്ട സാധനം വരും. വന്നു കഴിഞ്ഞാൽ ഉഷാറാക്കിയിട്ട് റെഡിയാക്കാം. എല്ലാത്തിനുമേ പിന്നെ ചൂട് നിൽക്കുമോ? ഇത് ചൂടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ കുറച്ച് സമയം 3 സെക്കൻഡ് വരെ പിടിക്കാൻ പറ്റുമെങ്കിൽ അത് ഏകദേശം ഒരു 350 ഡിഗ്രി ഫാരൻഹൈറ്റ് ആയാന്ന് അതിൻ്റെ അർത്ഥം. 3 സെക്കൻഡാ? 3 സെക്കൻഡ് വരെ കൈ ഇങ്ങനെ വെക്കാൻ പറ്റുമെങ്കിൽ അത് 350 ഡിഗ്രി ഫാരൻഹൈറ്റ്. അപ്പോൾ അതിൽ കൂടുതൽ വെക്കാൻ, അതിൽ കൂടിയാൽ വെക്കാൻ കഴിയില്ല. അല്ല, 350 ഡിഗ്രി ഫാരൻഹൈറ്റ് എന്ന് പറയുന്നതാണ് കുക്കിംഗ് ടെമ്പറേച്ചർ. അത് ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം? അതുണ്ടെന്ന്. 3 സെക്കൻഡ് വരെ വെക്കാൻ കഴിയുകയാണെങ്കിൽ ആ ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ അതിൽ കുറവാണെങ്കിൽ ആവില്ല, കുറച്ചുകൂടി സമയം എടുക്കും. ഓക്കെ, ദാറ്റ്സ് നൈസ്. അങ്ങനെ സാധനം റെഡിയായി, പ്ലേറ്റിലേക്ക് ഇതാ വരുന്നുണ്ട്. ഇങ്ങനെ നോക്കട്ടെ. വാവ്, നല്ല കളർ കേട്ടോ. ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ ക്രിസ്പി ഉണ്ടോ, നല്ല നോക്കട്ടെ. അടിപൊളി. കാര്യത്തില് ഉപ്പ് ഉപ്പെല്ലാം കറക്റ്റാ. ഇതിന് മസാല ആക്കിയത് മസാല സീക്രട്ട് ബാർബിക്യൂ റെസിപ്പിയാണ്. റെസിപ്പി വേണമെങ്കിൽ ആളുകൾ ഒരു 10,000 ലൈക്ക് കിട്ടി കഴിഞ്ഞാൽ നീ പറയോ? ഞാൻ പറയും. നീ അത് ബിസിനസ് ഒക്കെ ഞാൻ അത് തീർന്നു. അടിപൊളി. മതി, അതിനുണ്ടാക്കണ മതി മതി മതി, സമയമായി. മതിയില്ലേ? കൈ കഴുകുക, അതിലൊന്ന് തീർട്ടെ. കൈ കഴുകുക, അതും കേണ്ട. ഇവിടെ കുറച്ച് കുട്ടികളുണ്ട്, അവർക്ക് കൊടുക്കണം. അവർക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്തോട്ടെ അല്ലേ. സാധനം ഇതാ സൂപ്പർ. അതുള്ള അവനിതാ കടലപ്പോയി അതൊക്കെ കഴുകി വൃത്തിയാക്കിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുന്നു. നമ്മൾ വീണ്ടും വരും. താങ്ക് യു.